മെഡിക്കൽ ഷോപ്പിൽ പോയാൽ ചെറിയൊരു പൈസ കൊടുത്താൽ ഗുളിക കിട്ടും. അത് പൊട്ടിച്ചുകാട് ഇപ്പോഴും നന്ന് തൊള്ളയിക്കിടാൻ വളരെ എളുപ്പമാണ്. ഉണ്ടാക്കണ ഫാക്ടറി പോയി നോക്കണം, അത് ഉണ്ടായി കിട്ടണമെങ്കിലുള്ള കരിയട് അറിയണമെങ്കിൽ. അങ്ങനെയാണ് പണ്ട് കോഴി മുട്ടട്ടപ്പോഴേ മുട്ട ഇട്ടുകൂടുമ്പോൾ ഒരു ചങ്ങായി എടുത്തുങ്ങാണ്ട് ഒറ്റ പൊട്ടിച്ചലും കുടിച്ചലും. അപ്പോഴാണ് കോഴി വിചാരിച്ചത് ഇത് ഇടാനുള്ള ഗതിയോട് എനിക്കല്ലേ അറിയുള്ളൂ എന്ന മാതിരി. ദീനീയായ കാര്യങ്ങൾ ഒരു സഭയിൽ പറഞ്ഞു കൊടുക്കണമെങ്കിൽ കേൾക്കണവർക്ക് നിസ്സാരമാണ്. പക്ഷെ അത് പറയുന്ന ആൾ നല്ലോണം കിതാബ് നോക്കണം, പഠിക്കണം. അത് ആദ്യം നമ്മളെ തലയിൽ മനപ്പാടാക്കണം. സാധാരണക്കാർക്ക് ബോധ്യമാകുന്ന രീതിയിൽ അത് പറയണം. അതിന് നല്ല പ്രയാസമാണ്. അതിന് കുറേ കുട്ടികളും ഒച്ചയും വിളിയും ബഹളമൊക്കെ അതും. നിങ്ങളൊക്കെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പായലും ബാക്കിയുള്ള മൊബൈൽ ഫോണും ബാക്കിയൊക്കെ പാടെ ആയാൽ ഒരു ഫലവും ഈ പരിപാടിക്ക് ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ വെറുതെ ഒച്ചയിടാന്നല്ലാതെ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് ഒരു മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ അത് ഫലം ചെയ്യും. ഈ കുട്ടികളൊന്നും മണക്ക് കണ്ടും ഒരു വിഷയം പറയാൻ പറ്റില്ല. ഒരു വെളുക്കുള്ള സമയത്ത് പോകും വരും. നമ്മളൊരു വിഷയം ഇങ്ങനെ പറഞ്ഞ് പ്രധാന പോയിന്റിലെത്തുമ്പോൾ കുട്ടികൾ പോലും തുടങ്ങി. ഇനി ഇൻഷാ അല്ലാഹ് അർശന് ചുറ്റിന മൽക്കളമാതിരി വേറെ 2 കുട്ടികൾ വരും. അപ്പം അതുകൊണ്ട് നേർച്ചയാക്കിയിട്ടില്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് മുന്നിലേക്ക് ഇരിക്കാം. അല്ല ബാക്കിലിരിക്കാൻ നേർച്ചയാക്കി പോന്നിക്കണമെങ്കിൽ പിന്നെ അവിടെ തന്നെ ഇരിക്കും. പിന്നെ വേറെ കേൾക്കണമെന്ന് താല്പര്യപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യുക, അതിന് അവസരത്തിലിരിക്കുക. ഒരു മുഖതാവിൽ നോക്കിയിട്ടൊരു കാര്യം പറയുമ്പോഴാണ് അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുക. അപ്പോൾ അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മമാസവും ദിവസവും. അതാണ് ലോകത്തെ മുസ്ലിമീങ്ങൾ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. 1500 ആണ്ട് കഴിഞ്ഞിട്ടും ആ നബിയെ പാടുകയും പറയുകയും പുകഴ്ത്തുകയും എഴുതുകയും പ്രസംഗിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ലോകത്ത് തുല്യതയില്ലാത്ത ഒരാളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഒന്നാമതായി നബിതങ്ങളുടെ റഹ്മത്ത് എന്ന് നമ്മൾ പറഞ്ഞാൽ വീണ് കിടക്കുന്നവനെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുക പോലത്തെ കാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമാണ് റഹ്മത്ത് എന്ന് മനസ്സിലാക്കിയതുപോലെയാണ് ഇപ്പം നമ്മുടെ മൊത്തത്തിൽ മുസ്ലിമീങ്ങളെ കാണാൻ പറ്റും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയുള്ള റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അതൊരു അഖ്ലാഖുദ്ദീനാണ്, ഒരു പെരുമാറ്റ ശാസ്ത്രം. ഒരു സത്യവിശ്വാസി സ്വന്തം ശരീരത്തോട് എങ്ങനെ പെരുമാറണം, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, ഭാര്യ ഭർത്താക്കളോട് എങ്ങനെ ഇടപെടണം, മക്കൾ കുടുംബങ്ങളോട് എങ്ങനെ ഇടപെടണം, അയൽവാസികൾ നാട്ടുകാരോട് എങ്ങനെയാവണം, എതിരാളികളോടും ശത്രുക്കളോടും എങ്ങനെയാവണം, മൃഗങ്ങളോടും പക്ഷികളോടും എങ്ങനെയാവണം, മിണ്ടാപ്രാണികളോട് എങ്ങനെയാവണം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രക്തബന്ധം, വിവാഹബന്ധം, അയൽപ്പക്ക ബന്ധം, കുടുംബ ബന്ധം, മനുഷ്യന്റെ സ്നേഹബന്ധം, ഇതൊക്കെ ചേർന്ന് നിൽക്കുന്ന, ഇതൊക്കെ കൂടി നിൽക്കുന്നതാണ് നമ്മുടെ ജീവിതം. നമുക്ക് ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിയൂല. എനിക്ക് ഞാൻ മതി എന്ന് ആരോഗ്യം കൊണ്ട് തീരുമാനിക്കാൻ പറ്റുമോ? എത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും വേറൊരു സഹായം വേണോ വേണ്ടേ? പണം എത്ര ഉണ്ടായാലും മറ്റുള്ളവരുടെ സഹായം വേണോ വേണ്ടേ?
പരസഹായമില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയൂല. പൈസ ഉണ്ടെങ്കിൽ ചെരുപ്പ് വാങ്ങാം, പക്ഷെ ചെരുപ്പ് ഉണ്ടാക്കാൻ വേറെ കമ്പനി വേണ്ടേ? പൈസ ഉണ്ടെങ്കിൽ തുണിക്കുപ്പായൊക്കെ വാങ്ങാം, അത് ഉണ്ടാക്കി തരാൻ വേറെ സ്ഥലം വേണ്ടേ? ആരോഗ്യമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നുകൊണ്ടും സ്വന്തം ജീവിക്കാൻ പറ്റൂല. അപ്പം നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് കടലും കരയും, സമുദ്രജീവികളും കരജീവികളും അല്ലേ, പക്ഷികളും പറവകളും മൃഗങ്ങളും എല്ലാം ചേർന്നതാണ്. ഈ ജീവികളോടൊക്കെ മനുഷ്യൻ സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? അതാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത് അതൊരു അഖ്ലാഖുദ്ദീനാണ്, പെരുമാറ്റ ശാസ്ത്രം. ആ പെരുമാറ്റ ശാസ്ത്രത്തെ നബിതങ്ങളിൽ നിന്ന് പഠിച്ച് അത് നമ്മളിലേക്ക് പകർത്തി മഹബത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേ പോകാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് റഹ്മത്ത്. ആ റഹ്മത്തിലെ ഒരു ഭാഗമാണ് തളർന്നവനെ സഹായിക്കുക, രോഗമുള്ളവനെ സഹായിക്കുക, പട്ടിണി കിടക്കുന്നവരെ സഹായിക്കുക. അതൊക്കെ റഹ്മത്തിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. ആ റഹ്മത്തിൽ നബിതങ്ങൾ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൊണ്ട് തുടങ്ങാം. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. ഏതാണ് ഒന്ന്? നബിതങ്ങൾ എപ്പോഴും ഈ ഉമ്മത്തിന് അഭിവൃദ്ധി, ചെറിയൊരു ചുമ എന്ന് പറഞ്ഞാൽ മിനിഞ്ഞാന്ന് ആ ഗൂഡല്ലൂര് ഊട്ടി വയ്ക്കായിരുന്നു പരിപാടി. അപ്പോൾ അവിടുന്ന് ഒന്ന് ഒതുകൊടുത്തൊന്ന് കുളിക്കുകയൊക്കെ ചെയ്തപ്പം അതിൻ്റെ ഒരു റിയാക്ഷനാണ്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അള്ളാഹു ഖൈർ തരട്ടെ. അപ്പം നിങ്ങളൊരു ആമീൻ പറഞ്ഞു, സ്വലാത്ത് ചൊല്ലിയൊക്കെ ഒപ്പം ഇങ്ങനെ നിന്നാൽ അത് അറിയാതെ എങ്ങനെയാണ് പോകും. ഹബീബുന മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു റഹ്മത്ത് എങ്ങനെയാണ്? നബി തങ്ങൾ ഉമ്മത്തിന് അഭിവൃദ്ധി, പുരോഗതി, ഉയർച്ച, അന്തസ്, അഭിമാനം, മാന്യത, ഇതാണ് നബി തങ്ങൾ നമുക്ക് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു താഴ്ന്ന് അതപ്പതിച്ച് മോശപ്പെട്ട് കഷ്ടപ്പെട്ട് എരപ്പാളിയായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റഹ്മത്തിനോട് അത് ചേർന്നതല്ല. അതുകൊണ്ട് നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരാശയം ഉണ്ട്. നിങ്ങൾ ഒരിക്കലും താഴ്ന്ന കൈയാവരുത്, പിന്നെയോ ഉയർന്ന കൈയാവണം. അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദി സുഫ്ലാ. പുരോഗതിയുടെ, അന്തസ്സിൻ്റെ, അഭിമാനത്തിൻ്റെ വല്ലാത്ത ഒരു പ്രഖ്യാപനമാണ് നബിതങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത്. അൽ യദുൽ ഉൽയാ, മുകളിലെ കൈ, അത് കൊടുക്കണ കൈ. ഖൈറും മിനൽ യദി സുഫ്ല, താഴ്ന്ന കയ്യിനേക്കാൾ ഏറ്റവും നല്ലതാണ്. നമ്മളിങ്ങനെ വെക്കാൻ അരിയില്ല, ചായ കുടിക്കാൻ പൈസ ഇല്ല, ജീവിക്കാൻ വകല്ല, പെര കെട്ടിമേയാൻ വകുപ്പില്ല, കുട്ടികളെ കെട്ടിച്ചാൻ കഴിയണില്ല, ഇങ്ങനെ കൈ കാണിച്ച് നടക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് താഴ്ന്ന കൈയാണ്. നബിതങ്ങൾ പറയുന്നു, നിങ്ങളെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. പിന്നെയോ അനക്കെത്ര വേണ്ടത്? അനക്കെന്താ ആവശ്യം? അതിൻ്റെ പ്രശ്നം എന്താണ്? കടം കൊടുക്കുക, സക്കാത്ത് കൊടുക്കുക, സദക്ക കൊടുക്കുക, അങ്ങനെ ഉയർന്ന കൈയായിരിക്കണം നമ്മൾ. മുത്തുനബിക്ക് നമ്മളോടുള്ള റഹ്മത്ത് പഠിക്കണം നമ്മൾ. താഴ്ന്ന കൈ ഈ ഉമ്മത്തികളാവരുത്, മുന്തിയ കൈയാവണം. വളരെ കുടുങ്ങിയെങ്കിൽ മാത്രമേ ഒരാളോട് കടം വാങ്ങാൻ പോകാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? കടം കൊടുക്കുന്ന ആള് മേലെയും വാങ്ങുന്ന ആള് താഴെ. അപ്പം നമ്മളെ കൈ എന്താണ്? താഴ്ന്ന കൈയാണ് അല്ലേ? ഇനി അഥവാ ഒരാൾ മറ്റൊരാളോട് കടം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കടം വാങ്ങാൻ പോകുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ പടച്ചോനെ, ഞാൻ ഓൻ്റെ മുമ്പിൽ താഴ്ന്ന കൈയായിട്ട് നിൽക്കുകയാണ്, ഈ വാങ്ങണ പൈസ അവധിക്ക് തിരിച്ചു കൊടുത്ത് മേലുള്ള കൈയാകാൻ ഭാഗ്യം തരണേ എന്ന പ്രാർത്ഥനയോട് കൂടെയാണ് കടം വാങ്ങേണ്ടത്. അങ്ങനത്തോൽക്ക് കടം വീട്ടാൻ തൗഫീഖുണ്ടാവും.